ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുത് എന്ന് ഹൈക്കോടതി. സന്നിധാനത്ത് ബിസിനസ്സുകാരനായ സുനിൽ സ്വാമിക്ക് പ്രത്യേക സൗകര്യങ്ങൾ നൽകരുതെന്ന് കോടതി പറയുന്നു. മറ്റു ഭക്തർക്ക് ലഭിക്കാത്ത പരിഗണന സുനിൽ സ്വാമിക്ക് കൊടുക്കരുത് എന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് നിരീക്ഷണമുണ്ട്. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു പരാതിയായി കോടതിയിൽ എത്തിയത്? എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? ദിവിഷ, ഹൈക്കോടതി സ്വമേധയായി എടുത്ത ഒരു കേസിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. സുനിൽ സ്വാമി ശബരിമലയുമായി ബന്ധപ്പെട്ട നേരത്തെ പല വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇതിൽ വിശദമായി അക്കാര്യങ്ങൾ കോടതി പരിശോധിച്ചിട്ട് കഴിഞ്ഞ ഒരു 6-7 മാസമായി കോടതി വിവിധ വകുപ്പുകളിൽ നിന്ന് സംബന്ധിച്ച റിപ്പോർട്ട് നേടിയിരുന്നു. സ്പെഷ്യൽ കമ്മീഷണറോട്, ദേവസ്വം ബോർഡിനോട്, അതോടൊപ്പം തന്നെ ചീഫ് പോലീസ് കോർഡിനേറ്ററോട് ഇതൊക്കെ റിപ്പോർട്ടൊക്കെ വാങ്ങിയ ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതായത് ദേവസ്വം ബെഞ്ചിൻ്റെ തന്നെ ഒരു ഉത്തരവ് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിൽ ഏതെങ്കിലും ഒരു ഭക്തന് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല എന്നതാണ്. കയറ്റുമതി ബിസിനസ്സുകാരനായ സുനിൽ സ്വാമിയുടെ പേരിലാണ് ഈ ഉത്തരവ് പ്രധാനമായും വന്നിരിക്കുന്നത്. സുനിൽ സ്വാമിക്ക് മറ്റ് ഭക്തർക്ക് ലഭിക്കാത്ത സൗകര്യങ്ങൾ ശബരിമലയിൽ ലഭിക്കാൻ പാടില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് എല്ലാ ദിവസത്തെയും പൂജ സുനിൽ സ്വാമി നടത്തുന്നുണ്ട്. അപ്പോൾ ആ പൂജാ സമയത്തൊക്കെ ശ്രീകോവിലിന് മുന്നിൽ സുനിൽ സ്വാമി ഉണ്ടാകും. അതോടൊപ്പം തന്നെ അവിടെ സ്ഥിരമായി താമസിക്കുന്നു. നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ താമസിക്കുന്നു. അതൊക്കെ മറ്റു ഭക്തർക്ക് കിട്ടാത്തതാണ്. വെർച്വൽ ക്യൂ വഴിയാണ് ഇപ്പോൾ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെർച്വൽ ക്യൂ വഴിയല്ലാതെ സുനിൽ സ്വാമിക്കും ദർശനം ഒരുക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവും കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അതായത് ശബരിമലയിൽ ഡോണർ ഹൗസുകളുണ്ട്. അങ്ങനെ സഖ്യാദ്രി പിൽഗ്രിം സെന്ററിലെ 401 നമ്പർ മുറി കഴിഞ്ഞ 10 വർഷമായി സുനിൽ സ്വാമി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഡോണർ ഹൗസുകൾ നൽകുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണന കിട്ടാറുണ്ട്. അതായത് ഒരു സീസണിൽ 5 ദിവസം അവർക്ക് സൗജന്യമായി ആ മുറിയിൽ താമസിക്കാം. അതോടൊപ്പം തന്നെ 10 ദിവസം വാടക നൽകിയും താമസിക്കാം. പക്ഷേ ഇത്തരത്തിൽ തുടർച്ചയായി വർഷങ്ങൾ കൈവശം വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സുനിൽ സ്വാമി അത്തരത്തിൽ കൈവശം വച്ചിരിക്കുന്നുവെന്ന് കോടതിക്ക് വ്യക്തമാകുന്നു. അതുകൊണ്ട് അത്തരം നടപടികളൊന്നും ഇനി ഉണ്ടാവരുത് എന്നാണ് വ്യക്തമാക്കുന്നത്. ചീഫ് പോലീസ് കോർഡിനേറ്റർ, അതായത് ADGP S ശ്രീജിത്തിന് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല സന്നിധാനത്ത് എന്ന് വ്യക്തമാക്കുകയാണ് ഹൈക്കോടതി. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.